മഴയും വെള്ളക്കെട്ടും പ്രതിസന്ധിയും തുടരുകയാണ്. പലരും ക്യാമ്പുകളിലേക്ക് മാറാത്തവരുമുണ്ട്. വീടുകളിൽ തന്നെ കുഴപ്പമില്ല എന്ന് കരുതിയിരിക്കുന്നവരുണ്ട്. ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോയാൽ കോഴിക്കോട് കണ്ണാടിക്കലിൽ രാഹുൽ കെ വി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവിടെ ജലം ഉയർന്നതിനെ തുടർന്ന് വലിയ പ്രതിസന്ധി കുറേ മണിക്കൂറുകളായി തുടരുകയാണ്. അതിനിടയിൽ ഇപ്പോൾ ജലം അല്പം ഇറങ്ങുന്നു. ആശ്വാസകരമായ വിവരമടക്കം വരുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? രാഹുൽ കെ വേണ്ടി രാഹുൽ, ഇപ്പോൾ കണ്ണാടിക്കലിലെ സ്ഥിതി എന്താണ്? രതീഷ്, കണ്ണാടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന പ്രദേശമാണ്. മഴ ശക്തമായതോടുകൂടി തന്നെ വലിയ അളവിലാണ് വെള്ളം മേഖലയിൽ കയറിയത്. ഒട്ടനവധി കുടുംബങ്ങൾ, മേഖലയിൽ നിന്ന് 100-ലധികം കുടുംബങ്ങൾ ഇതിനകം തന്നെ മാറി താമസിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ക്യാമ്പിലേക്ക് അടക്കം, ഒപ്പം തന്നെ ബന്ധുവീടുകളിലേക്കാണ് കൂടുതൽ പേരും മാറുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുള്ളത് ദൃശ്യങ്ങളിൽ കാണുന്നത് കണ്ണാടിക്കൽ അങ്ങാടിക്ക് സമീപമുള്ള സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ വഴിയുടെ ഇരുഭാഗത്തും ഒരുപാട് കുടുംബങ്ങൾ, അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ വീടുകളിൽ നിന്നൊക്കെ ആളുകൾ മാറിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ കഴിവതും ഉയർത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ പ്രധാന റോഡ് കഴിഞ്ഞതിന് അപ്പുറത്തെ ഭാഗത്തേക്കും വലിയ അളവിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ടുകളിലാണ് പ്രധാനമായും രക്ഷാപ്രവർത്തന ആളുകളെ മാറ്റുന്നതടക്കം കാര്യങ്ങൾ ചെയ്തിരുന്നത്. ആ ഡിങ്കി ബോട്ടൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കുറച്ചൊരാശ്വാസം എന്നത് മഴ കുറഞ്ഞു നിൽക്കുന്നു എന്നതാണ്. പക്ഷേ ഈ മേഖലയെ സംബന്ധിച്ച് ഇവിടെ മാത്രം പെയ്യുന്ന മഴയുടെ അളവ് അനുസരിച്ചല്ല ഈ വെള്ളവും ദുരിതവും ഒക്കെ ഉണ്ടാകുന്നത്. മലയോരത്ത് പെയ്യുന്ന മഴ അതിങ്ങനെ വെള്ളം ഒഴുകിയെത്തുന്നതാണ് വലിയ പ്രയാസമായി മാറുകയും ചെയ്യുന്നത്. ഒപ്പം കക്കയം ഡാം തുറന്നതിന്റെ ചെറിയൊരു ശതമാനം വെള്ളവും ഈ മേഖലയിലേക്ക് എത്തുകയുമൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലാണല്ലേ? ദുരിതമാണ്, എന്താ ചെയ്യാ, എല്ലാ വർഷവും ഇത് തന്നെ ഗതി. വീട് കൃത്യമായിട്ട് എവിടെയാ? വീട് കുറച്ചും ഉള്ളിലോട്ട് പോകണം. ആ വയലും കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകണം. ഞങ്ങളൊക്കെ ഇന്നലെ ഉച്ചക്ക് വന്നതാ. അപ്പോൾ അവിടം വരെ പോയി നോക്കിയതാ. ഇതുവരെ അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. വീട് എന്തായോ, അതിലുള്ള സാധനങ്ങൾ എന്തായോ എന്നൊരു ഐഡിയ ഇല്ല. വീട്ടിന്റെ അകത്ത് കയറിയോ? ഇല്ലെന്നൊന്നും അറിയില്ല. അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. അക്കോലത്തിലുള്ളത് സാധനങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണോ മാറിയത്? അത്യാവശ്യം കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ പോയി നോക്കിയാലും അറിയുള്ളൂ വിവരം എങ്ങനെയാന്നുള്ളത്. എവിടെയാ താമസിക്കുന്നത്? ഞങ്ങള് റൂം എടുത്തിക്കുക. എന്താന്ന് വെച്ചാൽ വൈഫിന് സുഖമില്ലാത്ത ആളാ. അപ്പം ഇവിടെ പോകാൻ പറ്റില്ല, ക്യാമ്പിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം റൂം എടുത്തിട്ട് അവിടെ താമസിക്കും. അവിടെ അവരെ മകളെ 2 കൊച്ചുമക്കളും ഉണ്ട് എൻ്റെ കൂടെ. അപ്പം തൽക്കാലം ഒന്ന് വന്ന് നോക്കിയാ ജസ്റ്റ് പോവാൻ പറ്റിയെങ്കിൽ പോവാം. കൊടുക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം 1000 രൂപ. അതുകൊണ്ടാ ചെലവ് കയറി. അങ്ങനെയൊക്കെ കൂടെ വളരെ ബുദ്ധിമുട്ടാ സാമ്പത്തികമായിട്ടും. നമ്മൾ ജോലി ഇല്ലാത്ത ആൾക്കാരുമാണല്ലോ, പ്രായമുള്ള ആൾക്കാരല്ല. ഞാൻ മാർക്കില്ലായിരുന്നു. വീട്ടിൽ വേറെ ആരൊക്കെയാ? ഭാര്യ അല്ലാതെ? ഭാര്യ 2 കൊച്ചുമക്കളും. പിന്നെ മക്കൾ 2 പേരും കല്യാണം കഴിഞ്ഞ് പോയതാ. ചിലപ്പോൾ അവർ ജസ്റ്റ് ഇങ്ങനത്തെ ഈ സമയത്തൊന്ന് വന്ന് നോക്കിയാൽ അത്രയാണ്. ശരി കാണാം, എല്ലാം ശരിയാവും. അദ്ദേഹം അതാണ് മാറി താമസിച്ചതാണ്, വാടകയ്ക്ക് മാറി താമസിച്ചതാണ്. നമുക്ക് ഫയർ ഉദ്യോഗസ്ഥരോട് കൂടി ചോദിച്ചു നോക്കാം. ഇവിടെ വീടുകളിൽ ഈ ആളുകളെ മാറ്റാനുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കുകയും ചെയ്യാം. സാറേ, ഇനിയിപ്പോൾ ആളുകളെ മാറ്റേണ്ടതായിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ ഒരു കുടുംബത്തിലുള്ള ആളുകളെ മാറ്റാനായിട്ട് നമ്മുടെ ഗ്രൂപ്പ് പോയിട്ടുണ്ട്. പിന്നെ കൂടുതലൊന്നും നമുക്ക് റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. കൂടുതൽ ആളുകളെ ഒഴിപ്പിക്കുന്നതിനായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. ആവശ്യപ്പെടുന്നവരൊക്കെ നമ്മൾ ഒഴിപ്പിക്കുന്നതാണ്. എത്ര കുടുംബങ്ങളെ നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട്? നമ്മളിപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ തുടങ്ങിയ നമ്മുടെ പ്രവർത്തനമാണ്. ഇപ്പോൾ ഇതുവരേക്കും നമ്മൾ ഒരു 60-70 പേരെ നമ്മൾ ഏകദേശം ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? ഉണ്ടാവും. വെള്ളം പൊതുവെ കുറച്ചൊന്ന് ഇറങ്ങി തുടങ്ങി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചെറിയ തോതിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ്. ഏതായാലും ഈ ആവശ്യപ്പെടുന്നതിനനുസരിച്ച്, അതായത് വെള്ളം കൂടിയ അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറുക, അതിന് ആവശ്യം വരുന്നതിനനുസരിച്ച്, വിവരം വരുന്നതിനനുസരിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് പോയാണ് ഈ പ്രവർത്തനമൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ റോഡിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നത് കൂടിയാണ്. നമ്മൾ ഈ റോഡിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തും വെള്ളമാണെന്ന് പറഞ്ഞു. അങ്ങോട്ടേക്കും വലിയ അളവിൽ തന്നെ വെള്ളം കയറി നിൽക്കുന്ന അവസ്ഥയാണ്. ഇന്നലെ മുതൽ തന്നെ വെള്ളമാണ്. ഏതായാലും കുറച്ച് ഇറങ്ങി തുടങ്ങി എന്നതാണ് മേഖലയെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഒപ്പം വ്യാപാര സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. അവിടെയൊക്കെ വെള്ളം കയറി വലിയ രീതിയിലുള്ള നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മഴ കുറച്ച് മാറി നിൽക്കുന്ന കണ്ണാടിക്കലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭീകരത മനസ്സിലാവും. മാത്രമല്ല, നേരത്തെ പ്രതികരിച്ച ഒരാൾ പറയുന്നുണ്ട്, കൊച്ചുമക്കളുമായി റൂമെടുത്ത് കഴിയുകയാണ്, ഭാര്യയ്ക്ക് സുഖമില്ലാത്തതാണ്,
അവിടെ വാടക 1000 രൂപ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ചിലവിലുള്ള പണവുമില്ല. അങ്ങനെ വലിയ പ്രതിസന്ധിയിൽ പലരും കഴിയുകയാണ്. അതേസമയം പകർച്ചവ്യാധി ഭീഷണി ഉൾപ്പെടെ ഇത്തരം പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ ഇടപെടലുകൾ അനിവാര്യമായി വരികയുമാണ്.